മധു ബാബു ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രം ഇപ്പോൾ ആലപ്പുഴ DYSP ആണ്. കോന്നിയിൽ CA ആയിരിക്കുകയാണ്. SFI ജില്ലാ പ്രസിഡന്റിൻ്റെ കാൽവെള്ള അടിച്ചു പൊട്ടിച്ചത്. അതുപോലെ മുളക് സ്പ്രേ ഒക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്കും ശരീരത്തിലേക്കും അടിച്ചതും ഈ മധുബാബുവാണ്. മധുബാബു തൊടുപുഴ DYSP ആയിരിക്കെ വളരെ മോശമായിട്ട് പരാതി പറയാനെത്തിയ ഒരു മുരളീധരനെ അന്ന് കൈകാര്യം ചെയ്തിരുന്നു, ശാരീരികമായി കൈകാര്യം ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ അന്ന് തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം മാധ്യമങ്ങൾ ആ പോലീസ് സ്റ്റേഷന് പുറത്ത് ഉണ്ടായിരുന്നു. തൊടുപുഴ DYSPയുടെ ക്രൂരകൃത്യത്തിനിരയായ മുരളീധരൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുരളീധരൻ, താങ്കൾ പരാതി കൊടുത്തിരുന്നോ? ആ പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? എന്താണ് മുരളീധരൻ പറയാനുള്ളത്? ഞാൻ അന്ന് നമ്മുടെ ഇടുക്കി DYSPക്കും തൊടുപുഴയിലും DYSPക്കല്ല SP-ക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു അന്വേഷണവും നിലവിൽ ഉണ്ടായിട്ടില്ല. കോടതി നമ്മുടെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പത്തനംതിട്ടയുള്ള ഒരു വക്കീൽ സാറ് മുഖാന്തരമാണ്, പ്രശാന്ത് വി കുറുപ്പ് എന്ന വക്കീൽ സാറ് മുഖാന്തരമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ മധുബാബു എന്ന ഉദ്യോഗസ്ഥൻ എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എനിക്ക് ജോലി ചെയ്ത ഇനത്തിൽ കാശ് തരാനുണ്ട് ഒരു കക്ഷി. അതായത് ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ SNDP യൂണിയന്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന മൈക്ക് ഫിറ്റ് വർക്ക് ചെയ്യുന്നത് ഞാനായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യത്തെ ആയിട്ട് കുറെ പൈസ തരാനുള്ളത് ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് യൂണിയൻകാർ തന്നെ ഒരു കേസ് അന്നത്തെ അധ്യക്ഷന്മാര് കൂടി കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ വിളിപ്പിക്കുകയും അവിടെ ചെന്നപ്പോൾ മറ്റു 3 കക്ഷികളും കൂടി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പേരിൽ ഒരു കേസുണ്ടായിരുന്നു. ഇത് രണ്ടും SNDPയുടെ ആൾക്കാരാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് ഈ മധുബാബുവിന്റെ ക്യാബിലേക്ക് വിളിക്കുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ 3 പേരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, താങ്കൾ ഈ പറഞ്ഞ കൃത്യങ്ങൾ ചെയ്തതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ പെട്ടതല്ല സാറേ. എന്നെ വിളിച്ചത് എനിക്ക് ഈ ഇരിക്കുന്ന 2 കക്ഷികൾ, അതായത് SNDPയുടെ ഭാരവാഹികളായിട്ടുള്ളവര് എനിക്ക് വർക്ക് ചെയ്ത ഇനത്തിൽ പൈസ തരാനുണ്ട്, അതിന്റെ ചർച്ച ചെയ്യാനാണെന്നും പറഞ്ഞാണ് സാറ് വിളിച്ചത്. അതനുസരിച്ചാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ സാറ് എന്റെ പേരിൽ അവരുടെ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നില്ല. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ മൊബൈലിൽ അങ്ങനെ ഒരു മെസ്സേജും വന്നിട്ടില്ല, ഒന്നുമില്ല. ഞാനല്ല സാറേ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പിന്നെ ആരുടെ ചെയ്തതെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ട് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള വർഷങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് ഫോൺ വെച്ച് എന്റെ നെഞ്ചിനെ എറിയുകയും കസേരയിലിരിക്കുകയായിരുന്നു ഞാൻ. കസേരയോടുകൂടി മറിഞ്ഞു വീഴുകയും അതോടുകൂടി അദ്ദേഹം പോലീസുകാരനോട് പറഞ്ഞു, അവനെ പിടിച്ചെടുപ്പിക്കാൻ പറഞ്ഞു. 2 പോലീസുകാർ കൂടി എന്റെ കൂടെ വന്നിരുന്ന 2 സുഹൃത്തുക്കളും കൂടി എന്നെ പൊക്കിയെടുത്ത് വീണ്ടും കസേരയിൽ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇരുന്നിടത്തുനിന്ന് ഏറ്റുവന്ന് എന്റെ നെഞ്ചിൽ ചവിട്ടുകയും ചവിട്ടി തെറിപ്പിച്ച് കസേരയോടുകൂടി വീണ്ടും വീഴുകയും വീണ്ടും ഈ പോലീസുകാർ പിടിച്ചേൽപ്പിച്ച വഴി ഇവനെ സെല്ലിലടയ്ക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ചെവിക്കണ്ണിന് 2നും കൈ ചുറ്റി പിടിച്ചിരിക്കുകയും അവിടുന്ന് എനിക്ക് വെളിക്കിറങ്ങാൻ മുട്ടുമ്പോൾ എന്തൊക്കെയോ വിഷമങ്ങൾ നെഞ്ചു പൊട്ടി പോകുമ്പോഴേക്ക് തോന്നി. ഞാൻ വെളിയിലേക്ക് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊടുപുഴ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടില് ഒരു 10-20 ചാനലുകാര്
ഏത് അവിടെ ഒരു മറ്റൊരു സംഭവം നടന്നതിന്റെ വീഡിയോ എടുക്കാനായിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവരുടെ മുമ്പിലേക്കാണ് ഞാൻ ചെന്നത്. അവരെന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറയുകയും അവിടെ നിന്നും അവരുടെ ഇതിലാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവരിൽ ഒരാള് വണ്ടി വിളിച്ച് നമ്മളെ തൊടുപുഴ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും തൊടുപുഴ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മരുന്നെല്ലാം തന്ന് അവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നെഞ്ചിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അഡ്മിറ്റ് ആക്കി കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഡിസ്ചാർജ് ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ ഡിസ്ചാർജ് ആക്കിയ ഉടനെ ഏഷ്യാനെറ്റിലെ ജെയ്സൺ എന്ന് പറഞ്ഞ സാറിനെ വിളിച്ചു. അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ഇത് എന്തായെന്നറിയാൻ. അപ്പോൾ ഞാൻ ജെയ്സൺ സാറിനോട് പറഞ്ഞു ഇങ്ങനെ എന്നെ ഡിസ്ചാർജ് ആക്കിയേക്കുവാണ് സാറേ എന്ന് പറഞ്ഞു. നെഞ്ചിനൊക്കെ വലിയ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ ബൾക്ക് എടുത്തിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് വരാം, ഞങ്ങളെല്ലാവരും വരാമെന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ അവിടെ വന്നു. ജെയ്സൺ സാറ് വന്നപ്പോൾ ഞാൻ ആ നടയിൽ കിടക്കുക ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ അവര് ചെന്ന് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു DYSP മധുബാബു ഇദ്ദേഹത്തെ ഇവിടെ അഡ്മിറ്റ് ആക്കണ്ട, പുറത്തേക്ക് വിട്ടേക്കാം, വെളിയിൽ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ് വിടാൻ പറഞ്ഞ് വിട്ടതാണ്. അതുകൊണ്ട് ഇവിടെ കിടത്തണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എന്നെ കിടത്തിയില്ല. അതായത് ആശുപത്രിയിൽ ചികിത്സ പോലും നിഷേധിച്ചു, അതിലും മധുബാബുവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു അല്ലേ? ഹലോ, ആശുപത്രിയിൽ താങ്കൾക്ക് ചികിത്സ പോലും നിഷേധിച്ചു, അതിലും മധുബാബുവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. വ്യക്തമാവുന്നില്ലല്ലോ സാറേ, വ്യക്തമാവുന്നില്ല. ആശുപത്രിയിൽ ചികിത്സ പോലും നിഷേധിച്ചു, അതിലും മധുബാബുവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഡിസ്ചാർജ് ആക്കി വിട്ടത്. ഓക്കെ. അദ്ദേഹം വളരെ ക്രൂരമായിട്ടാണ് എല്ലാ പ്രവൃത്തിയും ചെയ്തത്. അല്ല, അതിന് മാത്രം പ്രകോപനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? പിന്നെ ഇദ്ദേഹത്തിന് ഒന്നും ഉണ്ടായില്ല. ഞാനിതാന്ന് സാറേ പറഞ്ഞുള്ളൂ. എൻ്റെ കയ്യിൽ ഞാൻ ആ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്കൊട്ട് അതിന് പ്രകോപനം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ SNDPയുടെ 2 ഭാരവാഹികൾ ഇദ്ദേഹത്തിന് പണം നൽകി ആണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തത്. ഓക്കെ. അപ്പൊ പണം വാങ്ങുന്ന ആളാണ് മധുബാബു, പണം വാങ്ങുന്ന ആളാണ്. പണം ആര് കൊടുക്കുന്നുവോ അവർക്ക് വേണ്ടി ഇടിക്കും അല്ലേ? അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അതൊക്കെ SNDP യൂണിയന്റെ ഭാരവാഹികളായ 2 വ്യക്തികൾ അവിടെ വന്നിരുന്നവര് നേരത്തെ തന്നെ ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് വേണ്ട കൈമടക്കുകളെല്ലാം കൊടുത്തിരുന്നു. അതനുസരിച്ചാണ് അദ്ദേഹം ഇത്രയും ഇതിന്റെ കൂടെ ഈ 2 ഭാരവാഹികൾ പറയുകയും ചെയ്തു. ഇത് ഈ വരുന്ന 4 പേരിൽ ഒരു മുരളി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവനെ ശരിക്കൊന്ന് കൈകാര്യം ചെയ്തേണം സാറേ, ഞങ്ങൾക്ക് എതിരെ കള്ളപ്പരാതികളുമായിട്ട് വരാനിരിക്കുക എന്നുള്ള രീതിയിലാണ് വന്നത്. എനിക്ക് തരാനുള്ള കാശിന് ഒരു പരാതി കൊടുക്കാനായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഈ കക്ഷികൾക്ക്. ഓക്കെ. അപ്പൊ അതാണ് ഇവർക്ക് ഇദ്ദേഹത്തിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കാനുള്ള ഒരു ഇത് വന്നത്. ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ ശ്രീ മുരളീധരൻ താങ്കൾക്ക്? എനിക്ക് എന്റെ ചെവി രണ്ടും ചെവി കേൾക്കാതെയായി. പിന്നെ നെഞ്ചത്ത് ഞാൻ അത് കൂടാതെ സാറേ ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടത്തുന്നത്. എന്നെ ചവിട്ടുമ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ മുരളിച്ചേട്ടന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ്, ബൈപ്പാസ് കഴിഞ്ഞിട്ട് അധികം നാളായില്ല എന്ന് അവർ 2 പേരും കരഞ്ഞു വിളിച്ചു പറഞ്ഞു. എന്നും പറഞ്ഞാണ്ടാണ് ഈ ഇതെല്ലാം അദ്ദേഹം ചെയ്തത്. ഈ മധുബാബു പിന്നീട് താങ്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അദ്ദേഹം നേരിട്ട് സ്വാധീനിച്ചിട്ടില്ല. വേറെ 1-2 പേര് നമുക്കൊരു പ്രശ്നങ്ങൾ തീർക്കാം എന്നൊക്കെ പറഞ്ഞ് സമീപിച്ചിരുന്നു. ടൗണില് അറിയപ്പെടുന്ന വ്യക്തികളാണ്, അവര് ബന്ധപ്പെട്ടിരുന്നു. അതിപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. ശ്രീ മുരളീധരൻ നീതി കിട്ടും വരെ താങ്കൾ പോരാടണം. നോക്കൂ, ഇപ്പോൾ സുജിത്ത് ദൃശ്യങ്ങൾ
ലഭിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി പോരാടി, അത് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹത്തിന് നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനായത്. ഈ സുജിത്ത് തുറന്നു പറഞ്ഞതുകൊണ്ട്, ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായത്. ഈ പോരാട്ടം തുടരുന്നു. ശ്രീ മുരളീധരൻ ഞങ്ങളുണ്ട് കൂടെ. ഒരു കാര്യം കൂടെ ഉണ്ട് സാർ. പറഞ്ഞോളൂ. നമ്മുടെ ഈ ദൃശ്യങ്ങൾ നമ്മൾ കയറിയ സമയം മുതൽ നമ്മുടെ ഇതെല്ലാം കഴിയുന്നിടം വരെയുള്ള മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വോയിസ് റെക്കോർഡ് നിലവിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഹൈക്കോടതി കൊടുക്കാൻ വേണ്ടി നമ്മുടെ വക്കീലിനുമായിട്ട് ആലോചിച്ച് വക്കീലിന്റെ കയ്യിൽ ഈ മൊബൈൽ സഹിതം കൊടുത്തിരിക്കുന്നതാണ്. മധുബാബുവിൻ്റെ തെറി അഭിഷേകം, ആ ഓഡിയോ ഞാനും കേട്ടു. പക്ഷേ അത് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് കാണിക്കാത്തത്.